2024 ഓഗസ്റ്റ് 8 ദേശാഭിമാനി അക്ഷരമുറ്റം പതിപ്പിൽ വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തിൻ്റെ സംഘത്തെയാണ് മറ്റൊരു രാജ്യത്തിൻ്റെ സംഘത്തിൻ്റെ പേരിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് പ്രതിഷേധത്തിന് ഇടയാക്കിയത്? ഉത്തരം ദക്ഷിണ കൊറിയ. ഉത്തര കൊറിയ എന്ന പേരിലാണ് ആ രാജ്യത്തിൻ്റെ സംഘത്തെ അഭിസംബോധന ചെയ്തത്. അടുത്ത ചോദ്യം, ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടനം തുറന്ന വേദിയിലാണ് പാരീസിൽ നടന്നത്. ഏത് നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നത്? ഉത്തരം സെൻ നദി. അടുത്ത ചോദ്യം, 2024 ജൂലൈയിൽ ഏത് ഇന്ത്യൻ താരത്തിൻ്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയമാണ് ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രേവിൻ പുറത്തിറക്കിയത്? ഉത്തരം ഷാരൂഖ് ഖാൻ. ഇത്തരത്തിൽ ആദരവ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നടനാണ് അദ്ദേഹം. അടുത്ത ചോദ്യം, പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും അടിയന്തര ഘട്ടത്തിൽ താമസിപ്പിക്കാനും ആരംഭിച്ച പദ്ധതിയുടെ പേര്? സഖി വൺ സ്റ്റോപ്പ്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ഏത് രോഗത്തിനെതിരെ കുടുംബശ്രീ ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം അർബുദം. അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 7 വിക്കറ്റുകൾ നേടി ലോക റെക്കോർഡ് നേടിയ താരം ആരാണ്? ഉത്തരം ചാർലി കാസൽ. ഒമാനെതിരെയാണ് സ്കോട്ടിഷ് താരം റെക്കോർഡ് സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, ആദിവാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലും സാമൂഹിക സാമ്പത്തിക സൂചികയിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലുമുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക്സ് ഓർഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ്? ഉത്തരം അഭിനവ് ബിന്ദ്ര. അടുത്ത ചോദ്യം, ലോകത്താദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ രീതി നടപ്പിലാക്കിയ വിമാനത്താവളം ഏതാണ്? ഉത്തരം സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, അബുദാബിയിലാണിത്. അടുത്ത ചോദ്യം, അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ISROയുടെ ആദ്യ റോക്കറ്റിൻ്റെ പേര് എന്താണ്? ഉത്തരം ATV, അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ. ഇതാണ് ഓക്സിജൻ ഉപയോഗിച്ച് പറക്കുന്ന ആദ്യത്തെ റോക്കറ്റ്. അടുത്ത ചോദ്യം, അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള റഫറി പാനലിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? ഉത്തരം S. രാജീവ്. അടുത്ത ചോദ്യം, 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചത് എന്താണ്? ഉത്തരം മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. അടുത്ത ചോദ്യം, GI ടാഗ് ലഭിച്ച മുഷ്ക് ബഡ്ജി അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ്? ഉത്തരം ജമ്മു കാശ്മീർ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് സ്ഥാപിതമായത് എവിടെ? ഉത്തരം വയനാട്. മാപിനിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്താൻ DM സ്യൂട്ട് വെബ്സൈറ്റും ആപ്പും ലഭ്യമാണ്. അടുത്ത ചോദ്യം, രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യദിന പ്രമേയം എന്താണ്? ഉത്തരം വികസിത ഭാരത്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം കരസ്ഥമാക്കിയത് ആരാണ്? ഉത്തരം ഹുവ യൂട്ടിങ്ങും ഷെങ് ലിഹാവോയും. അടുത്ത ചോദ്യം, 2024 ജൂലൈയിൽ മൈക്രോസോഫ്റ്റിനുണ്ടായ സാങ്കേതിക തകരാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. അടുത്ത ചോദ്യം, മ്യൂസിയം മൃഗശാല വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്?
ഉത്തരം തളിപ്പറമ്പ്, കണ്ണൂർ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.